1981 സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഒക്ടോബറിൽ ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ് ഇവിടെ ആദ്യം പരാമർശിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ 22-23 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു യുവാവ് കുത്തിക്കൊന്നു. കൊലപാതകത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ള കാര്യം ഇപ്പോൾ പോലും വ്യക്തമല്ല. പ്രത്യേകിച്ച് അങ്ങനെ വലിയ സംഘർഷമോ സംഘടനകളൊന്നുമുള്ള ഒരു സ്ഥലമല്ല. ഈ കൊല ചെയ്യപ്പെട്ട ചെറുപ്പക്കാരൻ RSS അനുഭാവിയായിരുന്നു. കൊല ചെയ്തു എന്ന് പറയുന്ന ആൾ പ്രതി ഒരു CPM കാരനുമായിരുന്നു. സ്വാഭാവികമായിട്ടും അതിനൊരു രാഷ്ട്രീയ ഛായ കൈവന്നു. RSS അനുഭാവിയായ ഒരു ചെറുപ്പക്കാരനെ CPM കാരൻ കുത്തിക്കൊന്നു എന്ന രീതിയിൽ ഇതിന് ഒരു രാഷ്ട്രീയ നിറം വരികയും ആ പ്രതികൾ എന്ന് പറയുന്ന 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിചാരണയിലേക്ക് നീങ്ങിച്ചു. RSSകാർ വളരെ ആവേശത്തോടും ശുഷ്കാന്തിയോടും കൂടി കേസ് നടത്തി. പ്രോസിക്യൂട്ടറും അതനുസരിച്ച് ഉത്സാഹിച്ചു. തെളിവുകളൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ പറവൂർ അന്നത്തെ അഡീഷണൽ സെഷൻസ് ജഡ്ജിക്ക് ഇതത്ര പ്രധാനമായിട്ട് തോന്നിയില്ല. അദ്ദേഹം എല്ലാ പ്രതികൾക്കും സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചു. ആ പ്രശ്നം അവിടെ കൊണ്ട് തീർന്നില്ല. സത്യം പറഞ്ഞാൽ പ്രശ്നം അവിടെ ആരംഭിച്ചോളൂ. ഈ കൊലപാതകം നടന്നതിൻ്റെ 2ാം വാർഷികത്തിൽ ഇതിൽ 1ാം പ്രതി എന്ന് പറഞ്ഞ ആൾ, അതായത് ഈ ആദ്യം കൊല ചെയ്ത ചെറുപ്പക്കാരൻ്റെ നെഞ്ചിൽ കഠാരി കൊണ്ട് കുത്തിയ ആൾ ഏറെക്കുറെ അതേ സ്ഥലത്ത് വെച്ച് രാഷ്ട്രീയ എതിരാളികളാൽ കൊല ചെയ്യപ്പെട്ടു. RSSകാർ ഇദ്ദേഹത്തെ പെരുവഴിയിലിട്ട് വെട്ടിക്കൊന്നു. പട്ടാപ്പകൽ പെരുവഴിയിലിട്ട് വെട്ടിക്കൊന്നു. അതിന് വീണ്ടും കൊലക്കേസായി. ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. അവരെ പറവൂർ സെഷൻസ് കോടതിയിൽ തന്നെ വിചാരണയ്ക്ക് കൊണ്ടുവന്നു. അതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടായി. ഈ ആദ്യത്തെ കൊലക്കേസ് വെറുതെ വിട്ടല്ലോ, അതിനെതിരെ സർക്കാർ അപ്പീൽ കൊടുത്തിരുന്നു. ആ അപ്പീൽ ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി പ്രതികളെ വെറുതെ വിട്ട നടപടി റദ്ദാക്കുകയും ജീവിച്ചിരിക്കുന്ന 3 പ്രതികളെയും ജീവപര്യന്തത്തിന് വിധിക്കുകയും ചെയ്തു. അതിനുശേഷം അപ്പോഴത്തേക്ക് പറവൂർ കോടതിക്ക് കാര്യം മനസ്സിലായി. പറവൂർ കോടതി 2ാമത്തെ കേസിലെ പ്രതികളെയും ശിക്ഷിച്ചു. അവർ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു, സുപ്രീം കോടതിയിലും അപ്പീൽ കൊടുത്തു. ഒരു ഫലവും ഉണ്ടായില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ RSSകാരായ 4 പ്രതികളും ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. മാർക്സിസ്റ്റുകാരായ 4-ൽ 3 പേരും ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയും ഒരാൾ കൊല ചെയ്യപ്പെടുകയും. സത്യം പറഞ്ഞാൽ പറവൂർ സെഷൻസ് കോടതി അതിൻ്റെ വിവേചനാധികാരം ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ 2ാമത്തെ കൊലപാതകം ഉണ്ടാവില്ല. മറ്റ് 4 പേര് അനാവശ്യമായിട്ട് ജീവപര്യന്തം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നില്ല. പലപ്പോഴും കോടതി വിധികളിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇപ്പോൾ സമീപകാലത്ത് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്തായിരിക്കും, നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നാദാപുരത്തിനടുത്ത് ഇതുപോലെ ഒരു നിധിൻ എന്ന മറ്റു പേരുള്ള ഒരു ചെറുപ്പക്കാരനെ, ഒരു DYFIക്കാരനാണ്, അയാളെ മുസ്ലിം ലീഗുകാർ കൊലപ്പെടുത്തിയ ഒരു സംഭവമുണ്ടായി. ആ കേസിൻ്റെ വിചാരണ കഴിഞ്ഞു. സാക്ഷികളൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ പ്രതികളെ കോടതി വെറുതെ വിട്ടു. എല്ലാ സാക്ഷികളും പ്രോസിക്യൂഷനിൽ ലോയലായിട്ടാണ് മൊഴി കൊടുത്തത്. പക്ഷേ പ്രതികളെ വെറുതെ വിട്ടു. കോടതി വെറുതെ വിട്ടു എന്ന് വെച്ചാൽ മാർക്സിസ്റ്റുകാർ വെറുതെ വിട്ടില്ലല്ലോ. അതിലൊരു പ്രതിയെ നിഷ്കരണം CPMകാർ കൊലപ്പെടുത്തി. അങ്ങനെ ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ എത്ര തെളിവുണ്ടെങ്കിലും കോടതിക്ക് അത് തെളിവായിട്ട് തോന്നണം. പിന്നെ സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കാനും പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് പല കേസുകളും ശിക്ഷിക്കപ്പെടാതെ പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഇതുകൊണ്ട് ദുരിതം അനുഭവിച്ച ആളുകൾ നിയമം കയ്യിലെടുക്കാൻ നിർബന്ധിതമാകും. ഇപ്പോൾ ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ റിയാസ് മൗലവിയുടെ കൊലക്കേസ് ഒരു കാലത്ത് വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയ സംഭവമുണ്ട്. 2017 സംഭവം. 2017 മാർച്ച് മാസത്തിലാണ്. അതിൻ്റെ വിചാരണ തീർന്നത് ഇപ്പോഴാണ്. വിചാരണ തീർന്ന് വിധി പറയാൻ 7 കൊല്ലം എടുത്തു. 7 കൊല്ലവും ഈ പ്രതികൾ 3 പേരും ജയിലിൽ കഴിയുന്നു. അവർക്ക് ജാമ്യം കിട്ടിയില്ല. പോലീസ് വളരെ ഉത്തരവാദിത്തത്തോടെ അന്വേഷിച്ചു. 3 പ്രതികളെയും ദിവസങ്ങൾക്കകം പിടികൂടി. അവർക്ക് 90 ദിവസത്തിനകത്ത് കുറ്റപത്രം കൊടുത്തു. അതുകൊണ്ട് ജാമ്യം കിട്ടാൻ താമസിച്ചു. ജാമ്യം കിട്ടിയില്ല. പ്രതികളെ ജാമ്യത്തിൽ വിടാത്തതിന് ഒരു കാരണം കൂടിയുണ്ട്. അവരെ ജാമ്യത്തിൽ വിട്ടാൽ ഒരുപക്ഷെ വിചാരണ വരെ അവർക്ക് ജീവൻ കിട്ടിയെന്ന് വരില്ല. അവരതിനകത്ത് തന്നെ എതിർ വിഭാഗക്കാർ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ജാമ്യം കൊടുക്കാൻ. ഇവർ പലതവണ ജാമ്യ ഹർജിയുമായിട്ട് വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും പോയതാണ്. പക്ഷേ ജാമ്യം കിട്ടിയില്ല. പ്രത്യേകിച്ച് ഒരു പ്രകോപനമില്ലാതെയാണ് ഈ മൗലവിയെ കൊലപ്പെടുത്തിയത്. കാസർഗോഡ് ജില്ല പൊതുവിലും കാസർഗോഡ് മഞ്ചേശ്വരം പ്രദേശം പ്രത്യേകിച്ചും ഇതുപോലെയുള്ള സംഘടനകൾക്ക് കുപ്രസിദ്ധി നേടിയ ഒരു പ്രദേശം കൂടിയാണ്. RSS മുസ്ലിം ലീഗ് സംഘടന, RSS പോപ്പുലർ ഫ്രണ്ട് സംഘടന, ഹിന്ദു മുസ്ലിം വർഗീയ സംഘർഷം, ഇതിനൊക്കെ കുപ്രസിദ്ധി നേടിയ സ്ഥലമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയും രമേശ് ചെന്നിത്തലയുടെ കാലത്താണ് സാധാരണ നിലയിലേക്ക് സാമാന്യമായിട്ടെങ്കിലും തിരിച്ചു വന്നത്. അതിനുശേഷം പോലും അക്രമാസക്തമായ പ്രകടനത്തെ പിരിച്ചുവിടാൻ വേണ്ടി പോലീസ് സൂപ്രണ്ടായിരുന്ന രാംദാസ് പോത്തൻ വെടിവെക്കുകയും 2 പേര് മരിക്കുകയും ചെയ്ത സംഭവമൊക്കെ ഉണ്ടായിട്ട്
അപ്പോൾ അങ്ങനെ കുറച്ച് കലുഷിതമായൊരു പ്രദേശമാണ് അത്യുത്തര കേരളം. അവിടെ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ഒരു സമയത്ത് നിത്യസംഭവമായിരുന്നു. പക്ഷേ അതൊക്കെ ഒരുമാതിരി ഒതുങ്ങിയതിന് ശേഷമാണ് ഈ മൗലവിയെ പ്രത്യേകിച്ച് ഒരു പ്രകോപനമില്ലാതെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് ചെന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത്. അപ്പോൾ കൊലപ്പെടുത്തിയതിൻ്റെ പുറകിൽ വലിയ ഗൂഢാലോചനയുണ്ട്, വലിയ ആസൂത്രണമുണ്ട് എന്നൊക്കെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആരോപിച്ചുവെങ്കിലും നമ്മുടെ കേരള പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ 3 പ്രതികൾ മാത്രമായിരുന്നു. അവർ തന്നെ മദ്യലഹരിയിൽ ചെയ്തു പോയതാണ് എന്ന രീതിയിലാണ് കേസ് ഫ്രെയിം ചെയ്തത്. ഏതായാലും 90 ദിവസത്തിനകത്ത് കുറ്റപത്രം കൊടുത്തു. പ്രതികൾക്ക് ജാമ്യം കിട്ടിയില്ല. പ്രതികൾ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ വിചാരണ നേരിട്ടു. പ്രതികൾക്ക് സാക്ഷികളാരും തന്നെ കൂറുമാറിയില്ല. പ്രതികളെ ശിക്ഷിക്കും എന്ന ഒരു ധാരണ പൊതുവെ ഉണ്ട്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സെഷൻസ് ജഡ്ജി ഈ പ്രതികളെ വെറുതെ വിട്ടു. വെറുതെ വിടാനായിട്ട് സെഷൻസ് ജഡ്ജി എന്തൊക്കെ കാരണങ്ങളാണ് കണ്ടുപിടിച്ചത് നമുക്കറിയില്ല. ഏതായാലും ശക്തമായ കാരണങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ച് കാണും. അതുകൊണ്ടാണല്ലോ വെറുതെ വിട്ടത്. പിന്നെ ജഡ്ജിമാർ വെറുതെ വിടാനാണെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങൾ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുകയും ചെയ്യും. ആ സാക്ഷിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ല, ഈ സാക്ഷി പറഞ്ഞത് ശരിയല്ല, ശാസ്ത്രീയ തെളിവുകൾ, ആ തെളിവ് ഈ തെളിവ് തമ്മിൽ യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഇങ്ങനെ വെറുതെ വിടാറുണ്ട്. പ്രതികളെ ശിക്ഷിക്കാനാണ് ബുദ്ധിമുട്ട്. വെറുതെ വിടാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്താണ് സംഭവം എന്നുള്ളത് നമുക്കറിയില്ല. വിധിപ്പകർപ്പ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കേസാണ്. കാരണം ആ സമയത്ത് തന്നെ ഈ മൗലവിയുടെ സഹധർമ്മിണി കോടതി വരാന്തയിൽ നിന്ന് പൊട്ടിക്കരയുന്ന ദൃശ്യം ടെലിവിഷനിൽ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രതികരിക്കുന്നത് കണ്ടു. പാർട്ടിക്കാർ വിവിധ മുസ്ലിം സംഘടനകൾ ഇതിനെക്കുറിച്ച് വളരെ വികാരപരമായ രീതിയിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത് കണ്ടു. കോടതിയും പ്രതികളും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്ന രീതിയിൽ നമ്മുടെ ജമായത്ത് ഇസ്ലാമിയുടെ ഫെയർവെൽ പാർട്ടിക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. അത് തികച്ചും അപലപനീയമാണെന്ന് SDPI പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവ് ജനാബ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. INLൻ്റെ കാസിം ഇരിക്കൂർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ അടുപ്പുകൂട്ടി ചർച്ച ഈ വിഷയത്തിലായിരുന്നു. എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇവിടെ നിന്ന് നീതി കിട്ടുന്നില്ല? RSSകാരെ കൊന്ന കേസിലെ പ്രതിയെ ഒരു പ്രതിയല്ല, എല്ലാ പ്രതികളെയും തൂക്കിക്കൊല്ലാൻ വിധിച്ച ഇന്ത്യൻ പീനൽ കോഡ് എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ആ രീതിയിൽ ആപ്ലിക്കബിൾ ആകുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അത് ഓരോ കേസിൻ്റെ തെളിവുകൾക്കനുസരിച്ചാണ്. പട്ടാപ്പകൽ പെരുവഴിയിലിട്ട് വെട്ടിക്കൊന്നാണ് ഇന്ദുള്ളതിൽ ബിനുവിൻ്റെ കേസ്. പ്രതികളെ വിചാരണ കോടതി ശിക്ഷിച്ചു. ഹൈക്കോടതി അതിലെ കുഴൽ കണ്ണാടി വെച്ച് നോക്കിയിട്ട് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചു. അതിന് ശേഷമാണ് ഈ നാട്ടിൽ NDFകാർ ആരെ കൊല്ലാം എന്നൊരു നിലപാടിലേക്ക് പോയത്. അതുപോലെ നിരവധി കേസുകൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ എല്ലാ സാക്ഷികളും പരാതിക്കാരി അടക്കം കൃത്യമായിട്ട് മൊഴി കൊടുത്ത കേസാണല്ലോ നമ്മുടെ ഫ്രാങ്കോയുടെ കേസ്, കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസ്. പരാതിക്കാരിയുടെ മൊഴി മാത്രം മതി പ്രതിയെ ശിക്ഷിക്കാൻ എന്നാണ് സുപ്രീം കോടതി പല കേസുകളിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ പ്രത്യേക കേസിൽ ബഹുമാനപ്പെട്ട ജില്ലാ സെഷൻസ് ജഡ്ജി നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന് സംശയം തോന്നി. സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി ഫ്രാങ്കോയെ വിട്ടയച്ചു. ഫ്രാങ്കോ പോലും കെട്ടിപ്പോയി. പുള്ളി തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും എന്ന് വിചാരിച്ച് ജയിലിൽ പോകാനുള്ള ഒരുക്കത്തോടാണ് വിധി കേൾക്കാൻ വേണ്ടി വന്നത്. ആ വിധി കേട്ടാൽ അദ്ദേഹം ഞെട്ടി തരിച്ചു പോയി എന്നാണ് പത്രത്തിൽ വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ. ഇപ്പോൾ റിയാസ് മൗലവിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചെന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ ഇതിൻ്റെ പേരിൽ സർക്കാരിനെ കല്ലെറിയാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കൊലപാതകം നടന്നത്. ആ സർക്കാരിൻ്റെ കാലത്താണ് കുറ്റപത്രം കൊടുത്തത്, വിചാരണ ആരംഭിച്ചത്. 2-ാം പിണറായി സർക്കാരെ ഏൽപ്പിച്ച ഒരു പ്രോസിക്യൂട്ടറാണ് കേസ് നടത്തിയത്. അദ്ദേഹം സമീപകാലത്ത് മുസ്ലിം ലീഗിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് കൂറുമാറിയ ഒരു ബുദ്ധിജീവി കൂടിയാണ്. ആ ബുദ്ധിജീവിയുടെ നടത്തിപ്പിലുള്ള കുഴപ്പമാണോ, പോലീസ് അന്വേഷണത്തിൽ വന്ന പാളിച്ചയാണോ, അതോ ശാസ്ത്രീയ തെളിവുകൾ ഒരു വിധത്തിലും പൊരുത്തപ്പെടാത്തതാണോ പ്രതികളെ വെറുതെ വിടാൻ സഹായകരമായത് എന്നറിയില്ല. ഏതായാലും ഇതേ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഈ കേസ് വിധിച്ച ജഡ്ജിയെ സ്കെച്ച് ചെയ്യണം, തീർത്ത് കളയണം എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ചില പോങ്ങന്മാർ പ്രകടിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതുപോലെ ഇതിൽ പ്രതികളെ കോടതി വെറുതെ വിട്ടു എന്ന് കരുതി ഞങ്ങൾ വെറുതെ വിടുകയില്ല എന്ന രീതിയിലുള്ള ഭീഷണികളും കാണുകയുണ്ടായി. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഒരു സ്ഥലത്തും എത്തുകയില്ല എന്നുള്ള വേറെ കാര്യമാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലൊരു വിധി തീർച്ചയായിട്ടും സർക്കാരിനും പോലീസിനും തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ആ ഒരു സംശയമില്ല. പിന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കും എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പീൽ കൊടുക്കും, ഇത് അവസാനത്തെ കോടതിയല്ല, ഇതിൻ്റെ മീതെ വേറെ കോടതിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പല കേസുകളിലും ഇതുപോലുള്ള വായ്ത്താരികളൊക്കെ മുഴക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ
ഇത് ഇങ്ങനൊരു വിധി ആരും പ്രതീക്ഷിക്കാത്ത വിധിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഈ നിയമവാഴ്ച പരാജയപ്പെടുന്നതിൻ്റെ ഒരു പ്രത്യക്ഷമായ ലക്ഷണമാണ് റിയാസ് മൗലവിയുടെ കൊലക്കേസിൽ കാസർഗോഡ് സെഷൻസ് ജഡ്ജി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് ഞാൻ സംശയിക്കുന്നു. ഇതിൽ പ്രതികളും ജഡ്ജിയും തമ്മിൽ ഒത്തുകളിയുണ്ടായി എന്നൊന്നും വിചാരിക്കാനുള്ള മൗഢ്യം എനിക്കില്ല. ഈ കോടതി അമിതമായ ഒരു സംശയം ഈ കാര്യത്തിൽ പ്രകടിപ്പിച്ചാണ്. യഥാർത്ഥ പ്രതികളെ മാറ്റി വാടക പ്രതികളെ ഹാജരാക്കി എന്ന ബലവത്തായ സംശയം കൊണ്ടാണോ എന്നറിയില്ല. ആദ്യകാലത്ത് ഈ കൊല ചെയ്യപ്പെട്ട മൗലവിയുടെ വിഭാഗക്കാർ തന്നെ പറഞ്ഞത് യഥാർത്ഥ പ്രതികളെയല്ല, പോലീസ് വേറെ ഏതൊക്കെയോ വാടക പ്രതികളെ കൊണ്ടുവന്നു, ഇതിൻ്റെ പുറകിൽ ഗൂഢാലോചനയുണ്ട്, അതന്വേഷിച്ചില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒരു പക്ഷേ ആ ആരോപണങ്ങൾ തന്നെ ഇവർക്ക് ബൂമറാങ്ങായതാണോ എന്നും അറിയില്ല. അങ്ങനെ സംഭവിക്കാറുണ്ട്. സാക്ഷികൾ കൂറുമാറിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം കേസ് വെറുതെ വിടുകയൊന്നും ചെയ്യില്ല. ഈ ഉറച്ചു നിന്ന് പറയുന്ന മൊഴികൾ, വരുന്ന സാക്ഷികളുടെ മൊഴികളിൽ തന്നെ പലതരത്തിലുള്ള പൊരുത്തക്കേടുകളും പൂർവാപര വൈരുദ്ധ്യങ്ങളും ഉണ്ടാകും. സാക്ഷികളെല്ലാവരും പ്രോസിക്യൂഷൻ അനുകൂലമായിട്ട് മൊഴി കൊടുത്തു എന്നുള്ളതിൻ്റെ അർത്ഥം എല്ലാ പ്രതികളും കുറ്റം തെളിഞ്ഞുവെന്നോ എല്ലാ പ്രതികളും ശിക്ഷിക്കുമെന്നോ അല്ല. അതിൽ വലിയ പാളിച്ചകൾ, വലിയ പൊരുത്തക്കേടുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. ഏതായാലും പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യും. ഇനി എന്തായിരിക്കും അടുത്ത നടപടി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.